ഹലോ, ഹായ്. ബിലാൽ ഫാത്തിമ ബ്ലോഗിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളൊരു തക്കാളി മുറുക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം കേട്ടോ. ഇത് തക്കാളി നമ്മൾ ജസ്റ്റ് ഒന്ന് വരയിട്ടിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. തോല് കളയണം. കുറച്ച് പുതിനയില. ഇത് കടലമാവാണ്. കടലമാവ് 1 കപ്പുണ്ട്. അപ്പോൾ 2 കപ്പ് ആ 2 ബൗളിന് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. കുഞ്ഞു ബൗളാണ്. പിന്നെ കുറച്ച് കായപ്പൊടി. ബാക്കി നമുക്ക് ഇടുമ്പോൾ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് തോല് കളഞ്ഞിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. നോക്കാം. അപ്പോൾ അതടിച്ചത് 1 കപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം. അപ്പോൾ നമ്മൾ കടലമാവ് ഇട്ട് കൊടുക്കുകയാണേ. കടലമാവ് ഈ ബൗൾ 1 ബൗൾ എടുത്തിട്ടുണ്ട്. അത് 2 ബൗൾ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നല്ല ജീരകം, കുറച്ച് കായം ഇടണ്ടേ. പിന്നെ നമ്മൾ മുളക് പൊടിയാണ് ഇട്ടിടുന്നത്. ഒരു 1.5 ടീസ്പൂൺ ഇടാം കേട്ടോ മുളക് പൊടി. ഇച്ചിരി എരിവുണ്ടാവണമെന്നല്ലല്ലോ. 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് എള്ളിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പാകത്തിന് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മാവ് മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് കുറച്ചുകൂടെ വേണമെങ്കിൽ ഇടാം, നോക്കിയിട്ടിടാം. പിന്നെ നമ്മൾ ഏത് എണ്ണയാണോ പൊരിക്കാനെടുക്കണ എണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കണ്ടേ. നമുക്കിതെല്ലാം കൂടെ നല്ലോണം കൈ വെച്ചൊന്ന് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് കൈ കൊണ്ട്. ഇനി നമുക്ക് ഈ തക്കാളി നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന തക്കാളി നമുക്ക് കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. ഒന്നിച്ച് ഒഴിക്കണ്ട, വെള്ളം ചിലപ്പോൾ കറക്റ്റ് ആകണമെന്നില്ല. നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പം നമ്മൾ തക്കാളിക്ക് ഒഴിച്ച് കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് 1 ഗ്ലാസ് പോരായിരുന്നു കേട്ടോ. ഒരു 1/2 ഗ്ലാസും കൂടെ വെള്ളം ചേർത്ത് കുഴച്ചിട്ടുണ്ട്. നമ്മൾ അതിലോട്ട് ഇനി കുറച്ച് ഏതെണ്ണയാണ് നമ്മൾ പൊരിക്കാൻ ഉപയോഗിക്കുന്ന ആ ഓയിൽ കുറച്ച് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കണേ. കുറച്ച് വെച്ച് ഇതും കൂടി നമുക്ക് നല്ലോണം ഒന്നുകൂടെ കയ്യിലൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഇടിയപ്പത്തിൻ്റെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ നുറുക്കിൻ്റെ അച്ചിടണേ. നമുക്ക് എന്നിട്ട് ഇതിലോട്ട് നിറച്ചെടുക്കാം. നോക്കാം. നമ്മളത് എണ്ണയിലോട്ട് സേവനാഴി കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ സേവനാഴിയിൽ എണ്ണയിലോട്ട് ഇടുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിടണം. അത് കഴിഞ്ഞിട്ടൊന്ന് മീഡിയത്തിലിട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും, ഉള്ളിൽ മുരിങ്ങില്ല. സൗണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഒന്നുകൂടെ മൊരിയാനുണ്ട്. ഒന്നുകൂടെ മൊരിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഫ്ലെയിം കൂട്ടിയിടുമ്പോൾ ഉള്ളു മൊരിയാൻ സാധ്യത ഉണ്ടാവില്ല. ഇത് ഉള്ളൊന്ന് നല്ലോണം മൊരിയട്ടെ. നമ്മൊന്ന് പതേക്കൊന്ന് താന്ന് വരുമ്പോൾ നമുക്ക് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും. മൊരിഞ്ഞിട്ടില്ല കേട്ടോ. എണ്ണയൊക്കെ ഇപ്പോൾ നല്ല താന്നിട്ടുണ്ട്. നമുക്കിനത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. കളറിപ്പോൾ നമ്മൾ അടുത്തത് ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് സിമ്മിലോട്ടിടാം. അപ്പോൾ നമ്മുടെ തക്കാളി മുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഇവിടെ നല്ല ക്രിസ്പിനെസ്സും നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ മേടിക്കുന്ന പോലെ തന്നെ സെയിം ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൗണ്ട് കേൾപ്പിച്ച് തരാം കേട്ടോ. നല്ല സൗണ്ട് ഉണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.